ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അപ്പോൾ ഇന്ന് ഏപ്രിൽ മാസം 9-ാം തീയതിയാണ്. അപ്പോൾ 10-ാം തീയതി നാളെ ഏപ്രിൽ മാസം 10-ാം തീയതി ചെറിയ പെരുന്നാളാണ് നാളെ. എല്ലാവർക്കും സാപ്പിഡിയ മലയാളത്തിൻ്റെ പേരിൽ ചെറിയ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അപ്പോൾ ചെറിയ പെരുന്നാൾ സ്പെഷ്യലായിട്ടൊക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ടോ, പിന്നെ അതുകൂടാതെ ഈ ആഴ്ചകളിൽ വരുന്ന സിനിമകൾ, അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമകളുടെയൊക്കെ അപ്ഡേറ്റുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ പെരുന്നാൾ സ്പെഷ്യലായിട്ട് നാളെ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഇന്നൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മമ്മൂക്കയുടെ ഏജൻറ്റ് എന്ന സിനിമ, തെലുങ്ക് സിനിമയായിരുന്നു ഏജൻറ്റ് എന്ന സിനിമ. അഖിലാക്കിനിയും മമ്മൂക്കയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കുറച്ച് മുമ്പേ പിന്നെ പുറത്ത് വന്നിട്ടുണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. കാരണം എന്താ വെച്ചാൽ 10-ാം തീയതി സോണി ലീവ് വഴി വരും എന്നുള്ള അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. പക്ഷേ പിന്നെ എന്താ പറയുക, അതൊരു 50-50 ചാൻസാണ് വരുമല്ലോ എന്നുള്ളത്. 10-ാം തീയതി സോണി ലീവ് വഴി ഈ സിനിമ വരുന്നുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2 സ്ഥലങ്ങളിൽ കണ്ടു. പക്ഷേ സോണി ലീവിൻ്റെ ഭാഗത്ത് നിന്നൊരു അപ്ഡേറ്റ് അവർ പുറത്തുവിട്ടില്ല. അവർ സാധാരണ ഒരു സർപ്രൈസ് റിലീസൊന്നും ചെയ്യാത്തതാണ് അവർ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. വരികയാണെങ്കിൽ തന്നെ ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ തന്നെ ഒരു സിനിമ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നാളെ ഉച്ചയോട് കൂടിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം വരുമല്ലോ എന്നുള്ളത്. കുറേ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഏജൻറ്റ് എന്ന സിനിമ. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. മമ്മൂക്കയുടെ ആരാധകരെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. സത്യം പറയാൻ തിയേറ്ററിൽ വമ്പൻ പരാജയമായി മാറിയ സിനിമയായിരുന്നു ഏജൻറ്റ് എന്ന സിനിമ. അപ്പോൾ 10-ാം തീയതി ഈ ഒരു സിനിമ വരില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എത്ര ആൾക്കാർ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്ന് റിലീസ് ചെയ്ത സിനിമ ഏതാണെന്ന് നോക്കാം. കാജൽ കാർത്തിക എന്ന് പറഞ്ഞൊരു സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു തെലുങ്ക് മൂവിയാണ്. പിന്നെ കാജൽ അഗർവാളൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു തമിഴ് സിനിമയുടെ തെലുങ്ക് റീമേക്കല്ല, തെലുങ്ക് ഡബ്ഡ് വേർഷനാണ് ഈ ഒരു സിനിമ. കോമഡി ഡ്രാമ ഹൊറർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ആനിമേഷൻ ഇംഗ്ലീഷ് മൂവിയായിരുന്നു കുംഫു പാണ്ട 4 എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ കഴിഞ്ഞ ദിവസം ഇംഗ്ലീഷ് ഭാഷയിൽ വന്നിരുന്നു. ഇപ്പോൾ ഈ സിനിമയുടെ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ 2 സിനിമകളാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ വേറൊരു സിനിമ കൂടി പിന്നെ വന്നിരുന്നു കഴിഞ്ഞ ദിവസം. ഒരു ഇംഗ്ലീഷ് മൂവിയായിരുന്നു ഡ്യൂൺ 2 എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയുടെ HD പതിപ്പൊക്കെ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിരുന്നു. പക്ഷേ അതായത് മൾട്ടി ലാംഗ്വേജിൽ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളൊന്നും വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ബുക്ക് മൈ ഷോസ് വഴി ഏപ്രിൽ മാസം 16-ാം തീയതി ഈ സിനിമയുടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ട് റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റാണ് ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ മറ്റ് അപ്ഡേറ്റുകൾ നോക്കാം. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നാളെ മറ്റന്നാളായിട്ട് വിഷു സ്പെഷ്യലൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തെ സിനിമ പൊൻ ഒൻട്രു കണ്ടേ എന്ന് പറഞ്ഞാൽ പൊൻ ഒൻട്രു കണ്ടേ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. അശോക് സെൽവനും ഐശ്വര്യ ലക്ഷ്മിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഈ ഒരു സിനിമ ഡയറക്റ്റ് TV പ്രീമിയർ ആയിട്ടാണ് വരാൻ പോകുന്നത്. കളേഴ്സ് TV എന്ന് പറഞ്ഞ പിന്നെ TV ചാനലിൽ പിന്നെ ഏപ്രിൽ മാസം 14-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നുള്ളതാണ്. അതേ ദിവസം തന്നെ അന്ന് തന്നെ ജിയോ സിനിമയിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. OTT പിന്നെ ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലാണ് അന്ന് തന്നെ റിലീസ് ചെയ്യുന്നത്. ഈ ഒരു സിനിമ തമിഴ് സിനിമയാണ്. ഓക്കെ, അടുത്തത് അധോമുഖം എന്ന് പറഞ്ഞൊരു തമിഴ് സിനിമയാണ്. സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം വഴി ഈ ഒരു സിനിമ 12-ാം തീയതി ഏപ്രിൽ മാസം 12-ാം തീയതി വരുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ വേറൊരു സിനിമയുണ്ട്, നന്ദിവർമ്മ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഏപ്രിൽ മാസം 12-ാം തീയതി തന്നെയാണ് ഈ സിനിമ വരുന്നത്. തമിഴ് സിനിമയാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. വൻ ബജറ്റിൽ വരുന്ന നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സീരീസാണ്. ഹീരമാണ്ടി ദ ഡയമണ്ട് ബസാർ എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു വൻ താരകരൊക്കെ തന്നെയാണ് ഈ ഒരു സീരീസ് ഉള്ളത്. ഒരു പീരിയോഡിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസാണ്. മനീഷ കൊയ്രാള, സോനാക്ഷി സിൻഹ, അതിഥി റാവു ഹൈദരി, റിച്ച ചന്ദ എന്നിവരൊക്കെയാണ് ഈ സീരീസിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സഞ്ജയ് ലീല ബൻസാലി അവതരിപ്പിക്കുന്ന സീരീസാണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് മെയ് മാസം 1-ാം
തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഹിന്ദി ഭാഷ കൂടാതെ മലയാളം ഭാഷയും മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലായിട്ടും ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. ട്രെയിലർ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ ഒരു സീരീസിൻ്റെ ട്രെയിലർ. അടുത്തത് പ്രേമലുയുടെ അപ്ഡേറ്റ് ആണ്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ അടുത്ത കാലത്തായിട്ട്, അടുത്ത ദിവസങ്ങളിലായിട്ട് പിന്നെ തിയേറ്ററിൽ വൻ വിജയം നേടിയ സിനിമയായിരുന്നു പ്രേമലു പറഞ്ഞ സിനിമ. 135 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയിട്ടുണ്ട്. ഈ സിനിമ OTT റിലീസിന് തയ്യാറെടുക്കാനുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. ഏപ്രിൽ മാസം 12-ാം തീയതി വരാൻ പോവുകയാണ്. 2 OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ സിനിമ വരുന്നത്. ആഹാ തെലുങ്ക് വഴി തെലുങ്ക് ഭാഷയും മറ്റു ഭാഷകൾ, അതായത് മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിൽ Disney+ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നതാണ് ഏപ്രിൽ മാസം 12-ാം തീയതി. അടുത്തത് തിയേറ്ററിൽ റിലീസ് ചെയ്തൊരു മലയാള സിനിമയായിരുന്നു സീക്രട്ട് ഹോം എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഈ ഒരു സിനിമ ഫ്ലോപ്പായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെ ഈ സിനിമയ്ക്ക് വന്നിരുന്നുവെങ്കിലും പിന്നെ കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. അതുകൊണ്ടായിരുന്നു ഈ സിനിമ ഫ്ലോപ്പ് ആവാൻ കാരണം തന്നെ. സിനിമ തിയേറ്ററിൽ കണ്ട് റിവ്യൂ ചെയ്തതാണ് ഞാൻ. അപ്പോൾ മെയ് മാസത്തിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ്, ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഏത് OTT പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കി എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മെയ് മാസത്തിൽ ഈ ഒരു സിനിമ പിന്നെ സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴി വരുന്നുള്ള അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ അജയ് ദേവ്ഗനും അതുപോലെ തന്നെ ജ്യോതിക, മാധവ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഹിന്ദി മൂവിയായിരുന്നു ഷെയ്ത്ത എന്ന് പറഞ്ഞ സിനിമ. ഗുജറാത്തി മൂവിയുടെ ഒരു ഹിന്ദി റീമേക്ക് ആയിരുന്നു ഈ ഒരു സിനിമ. ഒരു ഹൊറർ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു. തിയേറ്ററിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിജയം നേടിയ ഒരു സിനിമയാണ് ഈ സിനിമ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ സിനിമയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ മെയ് മാസം ഫസ്റ്റ് വീക്കോ ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത്, നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും അവൈലബിൾ ആകാൻ ചാൻസ് ഉണ്ടെന്നുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത സിനിമ തെലുങ്ക് എന്നുള്ളൊരു സിനിമയാണ്. ഗോപിചന്ദ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഫാൻറ്റസി ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഭീമ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ഈ സിനിമ. പിന്നെ എന്തോ കാരണവശാൽ അവർ റിലീസ് പോസ്റ്റ്പോൺ ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഏപ്രിൽ മാസം 25-ാം തീയതി ഈ സിനിമ Disney+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. തിയേറ്ററിലൊരു പരാജയമായിരുന്നു എന്നാണ് പിന്നെ ഈ ഒരു സിനിമ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഏപ്രിൽ മാസം 25-ാം തീയതി തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ Disney+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ഈ സിനിമയുടെ മറ്റു ഭാഷയിലും അവൈലബിൾ ആവാൻ ചാൻസ് ഉണ്ട് 25-ാം തീയതി Disney+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത്ര അപ്ഡേറ്റുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പിന്നെ എന്താ പറയുക, നാളെ പെരുന്നാളിന് ഏജൻറ്റ് വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമകൾ ആമസോൺ പ്രൈമിൽ സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വേറെ സിനിമകൾ 12-ാം തീയതി ഈ ആഴ്ചയുള്ള വേറെ സിനിമകളുണ്ട്. അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത്, ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോസായിട്ട് വരുന്നതാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, എൻ്റെ ചാനൽ കണ്ടിട്ട് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. റിവ്യൂസ് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പുതിയ സിനിമകളുടെയും അതുപോലെ തന്നെ OTT റിലീസ് ചെയ്യുന്ന സിനിമകളുടെയും സീരീസുകളുടെയും അതുപോലെ തന്നെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളുടെയും ഒക്കെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. പിന്നെ അപ്ഡേറ്റുകൾ, അതായത് OTT അപ്ഡേറ്റുകളാണ് മെയിനായിട്ട് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ നാളെ ചെറിയ പെരുന്നാളാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുന്ന, എൻ്റെ വീഡിയോസ് കാണുന്ന എൻ്റെ സാബ് മീഡിയ മലയാളം ഫാമിലിയിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചെറിയ പെരുന്നാൾ ആശംസകൾ നേരെയാണ്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും